ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളിലും എല്ലാ ഇടപാടുകളിലും ഇണക്കം, പിണക്കം, അടുപ്പം, അകൽച്ച എന്നിങ്ങനെ തുടങ്ങി ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകളിലും സമീപനങ്ങളിലും സർവശക്തനായ അല്ലാഹുവിന്റെ പ്രീതിയുടെ മാർഗം ഏതാണെന്ന് മനസ്സിലാക്കി ആ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് ജീവിതം ചിട്ടപ്പെടുത്തണം. അല്ലാഹുവിന്റെ ഇഷ്ടവും പ്രീതിയും ഏതിലാണ് എന്നത് പരിശോധിക്കാതെ ജീവിതത്തിന്റെ ഒരു രംഗത്തും ഒരു കാൽവെപ്പും നടത്തുന്നത് ഉചിതമല്ല. അത് നമ്മെ വലിയ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നും നമ്മൾ ഓർക്കണം. സർവശക്തനായ നാഥൻ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാനുള്ള, അവന്റെ യഥാർത്ഥ അടിയാറുകളിൽ ഉൾപ്പെടുവാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് മുഹറം മാസത്തിലെ അതിന്റെ തുടക്കത്തിലെ ഏതാനും ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ സന്ദർഭത്തിലാണ്. മുഹറം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി ആദരിച്ച മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. 4 മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ നിന്ന് 4 പവിത്രങ്ങളാണ്, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ. ഹജ്ജുമായി ബന്ധപ്പെട്ടും ഉംറ യാത്രയുമായി ബന്ധപ്പെട്ടുമൊക്കെ ദുൽഹജ്ജ്, ദുൽഖഅദ്, ദുൽഹജ്ജ്, റജബ് മാസങ്ങളാണ് ഈ ഗണത്തിൽ എണ്ണപ്പെടുന്ന മറ്റു മാസങ്ങൾ. മുഹറം എന്ന് പറയുന്ന മാസത്തെ സംബന്ധിച്ച് സാധാരണ പല സന്ദർഭങ്ങളിലും ചൂണ്ടിക്കാണിച്ചതുപോലെ അവലക്ഷണമുള്ള ഒരു മാസമാണ്. വിശേഷിച്ച് അതിന്റെ ആദ്യത്തെ 10 നാളുകൾ എന്ന വളരെ വ്യാപകമായ ധാരണ മുസ്ലിം സമുദായത്തിൽ മുൻകാലത്ത് നിലനിന്നിരുന്നു. ഇന്ന് ഒരു വക എല്ലാ വ്യക്തികളിലേക്കും പരിഷ്കരണ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ സന്ദേശം ഏതൊക്കെയോ അർത്ഥത്തിൽ എത്തിയതിന്റെ കൂടി ഫലമായി ഇത്ര ശക്തമായിട്ട് ആ ധാരണ നിലവിലുണ്ട് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ നമുക്കിപ്പോഴും കാണാൻ പറ്റും. ഏതെങ്കിലും പവിത്രമായതോ നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതോ ആയ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നേർക്കുനേരെ ബാധിക്കുന്നതായ വിഷയങ്ങളിലുള്ള തീരുമാനം, വീട് പാർക്കുക പോലെയുള്ള കാര്യങ്ങൾ ഉദാഹരണത്തിന്, ഈ സന്ദർഭം അതിന് ഉചിതമല്ല എന്ന് കരുതുന്നവർ ധാരാളമുണ്ട്. നമ്മുടെ നാട്ടിന്റെ ഒരു സവിശേഷത, നമ്മളുടെ എല്ലാ മേഖലയിലും വലിയ പരിഷ്കാരം കടന്നു ചെന്നിട്ടുണ്ട് എന്ന് പറയുന്ന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പോലും
ഈ തരത്തിലുള്ള ഒരുപാട് വിശ്വാസങ്ങളുമായി കെട്ടിപ്പണഞ്ഞ് ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഈ അടുത്തൊരു കൂടോത്ര വിവാദം ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അത് വിശകലനം ചെയ്യാനല്ല ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ അവരുടെയൊക്കെ കൂട്ടത്തിൽ ജീവിക്കുമ്പോ അവരിലെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയില്ലെങ്കിൽ നമ്മളിലേക്കും പകരാം എന്നുള്ളതാണ്. മുഹറം അവലക്ഷണമുള്ള മാസമാണ് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ആ അവലക്ഷണം ആർക്കാണ്? അവിടെ മാത്രമാണ് പ്രശ്നമുള്ളത്. നമ്മൾ ഈ ഖുർആൻ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിലെ പ്രവാചകന്മാരുടെ പ്രബോധന അനുഭവങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇരുട്ടിന്റെ ശക്തികളെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച തിരിച്ചടികൾ ഉണ്ടായിട്ടുള്ള മാസമാണ് മുഹറം. മുഹറം മാസത്തിൽ ആണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും സംഘത്തിന്റെയും ഫറോവയുടെ പിടുത്തത്തിൽ നിന്നുള്ള വിമോചനം സാധ്യമായത് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. സൂറത്തുൽ ഖസസ് അതിന്റെ ആ കഥ, ആ ചരിത്രം വിസ്തരിച്ചു പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ചരിത്രത്തിൽ. ഇതെല്ലാം കൂടി വെക്കുമ്പോ മുഹറം മാസം എന്ന് പറയുന്നത് മനുഷ്യരുടെ മേൽ മനുഷ്യന്റെ സ്വതന്ത്ര ആധിപത്യം സ്ഥാപിക്കണം. ഏതൊരു ഭൂമിയിലാണോ നമ്മൾ ജീവിക്കുന്നത്, ഏത് സൂര്യന്റെ വെളിച്ചവും ഏത് മേഘങ്ങളിൽ നിന്നുള്ള വെള്ളവും ഏതേത് വൃക്ഷങ്ങളിൽ നിന്നുള്ള ഓക്സിജനുമാണോ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അവയെ സൃഷ്ടിച്ച് സംവിധാനിച്ച ഒരു ശക്തിയുണ്ട്. ആ ശക്തിയോട് എനിക്ക് ബാധ്യതയും കടപ്പാടുമുണ്ട്. ആ ശക്തിക്ക് ഈ സൃഷ്ടികളൊക്കെയും യഥാവിധി കീഴ്പ്പെട്ടതുകൊണ്ടും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ് എനിക്ക് ഈ വായുവും വെള്ളവും വെളിച്ചവും ഒക്കെ ലഭ്യമായത്. അതുകൊണ്ട് ഇതിന്റെയെല്ലാം ഉടമ എന്റെ കൂടി ഉടമയാണ്. അവന്റെ ആജ്ഞയാണ് ഭൂമിയിൽ നടപ്പാകുന്നതെങ്കിൽ എന്റെ ജീവിതത്തിലും നടപ്പാകേണ്ടത് അതുമാത്രമാണ്. ഞാൻ ഏതെങ്കിലും ഒരു നിയമം ഏറ്റെടുത്ത് നടപ്പിൽ വരുത്താൻ ശ്രമിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഈ പ്രപഞ്ചനാഥന്റെ നിയമം മാത്രമാണ്. ഇതാണല്ലോ ഇസ്ലാമിലെ പ്രവാചകന്മാർ വന്നിട്ട് പ്രബോധനം നടത്തിയതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഈ ഒരു അടിസ്ഥാന വിഷയത്തിൽ ഇതിനെതിരെ അങ്ങനെ ഒരു രക്ഷിതാവുണ്ടോ? ഹാമാനോട് പറയുന്നുണ്ടല്ലോ ഫറോവ, ഒരു വലിയ സൗധം ഉണ്ടാക്കി ഞാൻ അതിലൊന്ന് കയറിയിട്ട് ആകാശത്ത് അങ്ങനെ ഒരു അള്ളയുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. കാരണം അന റബ്ബുക്കുമുൽ ആല, നിങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുള്ള നേതാവ് ഞാനാണ്, യജമാനൻ ഞാനാണ്, വേറെ ആരുള്ളതായിട്ട് എനിക്കറിയില്ല. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ വേറൊരു ഇലാഹുള്ളതായിട്ട് നിങ്ങൾക്കുള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് ഈ ഫറോവമാരും നമ്രൂദുമാരും ഒക്കെ എല്ലാ ഘട്ടത്തിലും നിലപാടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവർക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർ അടിച്ചമർത്തി ചൊൽപ്പടിക്ക് വെച്ച് അവകാശങ്ങൾ നിഷേധിച്ച് തന്നിഷ്ടം നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഏതൊക്കെ ജനതയുണ്ടോ ആ ജനതയുടെ വിമോചനത്തിനു വേണ്ടി അള്ളാഹു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. സൂറത്തുൽ ഖസസ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅ, ഫിർഔൻ ഭൂമിയിൽ അഹങ്കരിച്ചു, എന്നിട്ട് ജനങ്ങളെ കക്ഷികളാക്കി, ഡിവൈഡ് ആൻഡ് റൂൾ. എന്നിട്ട് അതിൽ നിന്ന് ഒരു കൂട്ടരെ തന്നോട് ചേർത്ത് പിടിച്ചു, മറ്റേ കൂട്ടരെ അടിച്ചമർത്തി. ഇങ്ങനെ ധിക്കാരം പ്രവർത്തിച്ചൊരു ഭരണാധികാരിയാണ്. അപ്പോ എന്താ സംഭവിക്കേണ്ടത്? ഈ ഫറോവക്കും നമ്രൂദിനും ഫിറഔനിനും നമ്രൂദിനും ഹാമാനിനുമൊക്കെ ഈ അധസ്ഥിത ജനസമൂഹത്തിൽ നിന്ന് അവരെന്താണോ ഭയക്കുന്നത് അത് തന്നെ സംഭവിക്കണം. അത് തന്നെ സംഭവിച്ചു. ഇരുട്ടിന്റെ ശക്തികൾക്ക് ഈ തിരിച്ചടി പല ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും ആവർത്തിച്ചു. സ്വാഭാവികമായിട്ടും അവരുടെ നരേഷൻ ഗവൺമെന്റ് ഭരണകൂടത്തിന്റെ നരേഷനായതുകൊണ്ട് അവരുടെ വേവലാതി, ഒരു ഭരണകൂടത്തിന്റെ വേവലാതി ഒരു ജനതയുടെ വേവലാതിയാക്കാൻ വളരെ എളുപ്പമുള്ളത് കൊണ്ട് അവരുടെ വേജാറും വേവലാതിയും ജനങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെയാണ് മുഹറം നമുക്ക് അപകടം ചെയ്യുന്ന ഒരു മാസമാണ് എന്ന ധാരണ വന്നത്. അതിന്റെ മറ്റ് ചർച്ചകളിലേക്ക് പോകാനല്ല, മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസമാണിത്.
മുഹറം മാസത്തിലല്ല ഹിജറ നടന്നത്. ഹിജറ നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ 3 സംഭവങ്ങൾ. ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. 2, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ. 3, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം, വേർപാട്. ഇത് 3നും സാക്ഷിയായ മാസമാണ് റബീഉൽ അവ്വൽ. അപ്പൊ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഹിജ്റ നടന്നത്. പക്ഷേ ഈ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിക കലണ്ടർ, ഈ അറബ് മാസങ്ങളൊക്കെ പണ്ട് ജാഹിലിയ കാലം മുതൽ അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്, അവർ പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് ചരിത്രവും പിന്നെ അവരുടെ അനുഭവങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ, എഴുതപ്പെട്ടത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോഴേക്ക്. അപ്പോ ഈ നിലവിലുണ്ടായിരുന്ന നടപടിക്രമങ്ങൾ പോരാ, ഇസ്ലാമിക സമൂഹത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ കുറച്ചുകൂടി അടുക്കും ചിട്ടയും വേണം എന്ന ഒരവസ്ഥ വന്നു. ശമ്പളം, പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലെ ഗനീമത്ത് സ്വത്ത് അപ്പപ്പ വീതം വെക്കുന്നതിന് പകരം അത് ഗവൺമെന്റ് മുതലായി വെച്ചിട്ട് പിന്നെ ഗവൺമെന്റിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് പോലെ, അതുപോലെ അങ്ങനെ ഒരു ഭരണ കേന്ദ്രം, ഇസ്ലാമിക ഭരണത്തിന്റെ ഒരു ഭരണകൂടത്തിനൊരു കേന്ദ്രം, ഒരു ഓഫീസ് സംവിധാനം, അതുപോലെ സമയക്രമം നിശ്ചയിക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടപ്പിൽ വരുത്തിയതായി ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇത്തരം പൊതുവായ കാര്യങ്ങളിൽ സമൂഹം പൊതുവിൽ അംഗീകരിച്ചത് നമ്മൾ സ്വീകരിക്കുന്നതിന് തകരാറില്ല. ഈ ഒരു തത്വവും അവരന്ന് പാലിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. പേർഷ്യയിലെയും റോമയിലെയും ചുറ്റുവട്ടങ്ങളിലുള്ള സാമ്രാജ്യങ്ങളിലുമൊക്കെ ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുകൂടി അവർ പരിശോധിച്ചു. അപ്പോൾ ഇസ്ലാമിക ഒരു കലണ്ടർ വിശ്വാസി സമൂഹത്തിന് ആവശ്യമാണ്. അപ്പൊ ഈ കാലഗണന നിശ്ചയിക്കുന്നതിന് നമുക്കൊരു അടിസ്ഥാനം വേണം. ഇതെന്താവണം അടിസ്ഥാനം എന്ന് അവർ ആലോചിച്ചു. പല അഭിപ്രായങ്ങളും വന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ പറയാൻ പല അഭിപ്രായങ്ങളും വന്നു. അതിൽ നിന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അന്ന് സഹാബത്ത് സ്വീകരിച്ച ഒരു കാഴ്ചപ്പാടാണ്, നമുക്ക് റസൂലുള്ളാഹിയുടെ ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്താം. അപ്പൊ ഈ റസൂലുള്ളാഹിയുടെ ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തി അറബ് കലണ്ടർ അവർ പുനഃക്രമീകരിച്ചപ്പോ അതിലെ 1ാമത്തെ മാസം മുഹറമായി. സ്വാഭാവികമായും മുഹറം എന്ന് പറയുന്നത് ഹിജ്റയെ കുറിച്ചും അതുപോലെ തന്നെ ഒരു പുതുവർഷ പുലരിയെ സംബന്ധിച്ചുമൊക്കെ ചിന്തിക്കുന്നതിന് പ്രേരകമാകുന്ന സന്ദർഭമായി തീർന്നത് അങ്ങനെയാണ്. നമ്മളെ ജീവിതത്തിൽ ഈ അറബ് മാസത്തിന് ഇപ്പൊ മുഹറം 9, 10 എന്നാണ് എന്നറിയാൻ, അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ പോലെയുള്ളത് ഉറപ്പിക്കുമ്പോൾ നമ്മുടെ ഖാദിമാരുടെ സംയുക്ത പ്രസ്താവന, ഇത്രയൊക്കെ സ്ഥാനമുള്ളൂ. സാധാരണ ജീവിതത്തിൽ നമ്മൾ അറബ് മാസത്തെ അവലംബിച്ചുകൊണ്ടല്ല ജീവിക്കുന്നത്. അത് നമ്മളുടെ ഇവിടത്തെ ഒരു സാമൂഹിക ക്രമത്തിന്റെ പൊതു സ്വഭാവം എങ്ങനെയാണോ ആ സ്വഭാവത്തിന് ചേർന്ന ഒരു കലണ്ടറുമാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത്. അതിനെ സംബന്ധിച്ചൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. ആഗോള കലണ്ടർ എന്ന് പറയുന്ന കാഴ്ചപ്പാടുകാരുണ്ട്. അത് സാധ്യമല്ലെന്നും ഓരോ പ്രാദേശികമായ ഈ ചന്ദ്രന്റെ പ്രയാണത്തെ അവലംബിച്ചുകൊണ്ടാണ് അവരവരുടെ ആചാര സമ്പ്രദായങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് കരുതുന്നവരുമുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയങ്ങളിലൊക്കെ ചർച്ചയോ തീർപ്പോ പറയാനല്ല ഞാനിപ്പോ ഇത്രയും പറഞ്ഞത്. ഒരു വർഷം, ഒരു ഹിജ്റ വർഷം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിലൊക്കെ നമ്മളെക്കാൾ കുറെ കൂടി അവിടത്തെ കാര്യനിർവഹണത്തിൽ ഈ അറബ് മാസങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾക്ക് ഒരു ഹിജ്റ വർഷം കഴിഞ്ഞ് പുതിയ ഒന്നിലേക്ക് പ്രവേശിച്ചു, മുഹറമായി എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ അർത്ഥം. ഡിസംബർ കഴിഞ്ഞു ജനുവരി ആരംഭിക്കുന്നു എന്നറിയുമ്പോ ന്യൂ ഇയർ ആഘോഷവും അതിന്റെ അനുബന്ധങ്ങളായി നടക്കുന്ന എല്ലാ ആഭാസത്തരങ്ങളും കൂടി ലോകം ഒന്നടങ്കം കൊണ്ടാടുമ്പോ ഒരു വർഷം മാറിയത് വളരെ പെട്ടെന്ന് നമ്മളെല്ലാവരും എല്ലാ മുക്കിലും മൂലയിലും കഴിയുന്നവരൊക്കെ അറിയും. ഒരുപക്ഷെ അത്രയും വലിയ സ്ഥാനം, അതിനേക്കാൾ വലിയ സ്ഥാനം ഈ അറബ് ഹിജ്റ കലണ്ടറിനുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് മുസ്ലിം ഉമ്മത്ത് വളരണമെങ്കിൽ ഒരു കലണ്ടറിന് വേണ്ടി വാദിച്ചാൽ പോരാ, ഇസ്ലാമിക സമൂഹത്തിന്റെ സാമൂഹികമായ അസ്തിത്വം ശക്തിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കണം. മുസ്ലിം ഉമ്മത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളൊക്കെ അവിടെ കിടന്നിട്ട് കലണ്ടർ ഏകോപനം എന്നതൊരു വിഷയമാക്കിയെടുത്താൽ അതിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല എന്ന് ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് നമ്മൾ അഭിമുഖീകരിക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങളിലെ ഒരു വിഷയം എന്നത് മാത്രമാണ് അതിന്റെ സ്ഥാനം.
അപ്പോ പുതിയ ഒരു ഹിജർ വർഷത്തിലേക്ക് കടന്നു. ഒരു നിമിഷം നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഈ സന്ദർഭത്തിൽ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കലണ്ടർ, ഏതോ ഒരു വർഷം കഴിയുമ്പോ എനിക്കൊരു വയസ്സ് കൂടി വർദ്ധിച്ചു. റബ്ബ് എനിക്ക് അനുവദിച്ച അവന്റെ സമയത്തിന്റെ അനന്തമായ സമയം റബ്ബിന്റെ ഖജനാവിലാണുള്ളത് എന്ന് നമ്മുടെ ഒരു വിശ്വസാഹിത്യകാരൻ പ്രയോഗിച്ചത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും. അപ്പൊ അവൻ നമുക്ക് അനുവദിച്ച സമയം നമ്മളിൽ നിന്നിങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിതത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ച ഓരോ സ്വപ്നങ്ങൾ നെയ്തെടുത്ത് ചിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് അള്ളാഹു നമുക്ക് അനുവദിച്ചത് അവസാനിക്കാൻ പോകുന്ന മട്ടാണ്. നമ്മൾ ഈ ക്ലോക്കിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും മരണത്തിലേക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഈ സന്ദർഭം വെച്ച് ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ അങ്ങനെ ഒരു ഉണർത്തൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാണ്. നാളത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് സമ്പാദിച്ചു എന്ന് ഓരോ നഫ്സും സ്വന്തത്തോട് ചോദിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളത്തേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന് ഓരോ നഫ്സും നോക്കിക്കൊള്ളട്ടെ എന്നത് അള്ളാഹുവിന്റെ ഒരു ആഹ്വാനമാണ്. നമ്മളുടെ അമലുകൾ സാധാരണ ഈ എന്താണ് ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഒരാൾ അണുമണി തൂക്കം നന്മ പ്രവർത്തിച്ചാൽ അയാൾ അത് കാണും. ഒരാൾ അണുമണി തൂക്കം തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതും കാണും. ഖാല ലാ തഖ്തസിമു ലദയ്യ വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്. അവിടെ അള്ളാന്റെ അടുക്കൽ വെച്ചിട്ട് ഇവന്റെ ഈ തൂക്കലും ഈ വിധിക്കലും ഈ വിചാരണയും ഒക്കെ കാണുമ്പോ ഇവൻ ആകെ കൂടി വിഭ്രാന്തനാകും. സൂറത്ത് ഖാഫ് എടുത്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അല്ലെങ്കിൽ നമ്മൾ അന്തം വിട്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ ആകെ സ്തംഭിച്ചു പോകും. എത്ര ശക്തമായിട്ട് അതിന്റെ ഒരു വിവരണം. ഏതിന്റെ വിവരണം? ഈ മനുഷ്യനെ ധൈര്യം ഓരോരുത്തർക്കും രണ്ടാള്, മുന്നിലൊരാളും പിന്നിലാളും. പോലീസുകാരൻ ഈ ജയിലിൽ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കുറ്റവാളികളെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? അതേമാതിരി മുന്നിലൊരാളും പിന്നിലൊരാളുമായിട്ട് ഈ മനുഷ്യനെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് ഈ വിധി പറയുന്ന നേളയിൽ ഇയാൾ പലതും പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു പറയാനില്ല ഇവിടെ വെച്ചിട്ട് നിങ്ങൾ തർക്കിക്കല്ലേ. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്. ഇതൊക്കെ പറയേണ്ട സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട ഗൗരവത്തോടെ അറിയിക്കാൻ ഞാൻ വിശ്വസ്തരിൽ ഏറ്റവും വിശ്വസ്തനായവനെ വിട്ടിട്ടുണ്ട്. അയാളുടെ വാക്കും പ്രവൃത്തിയും കണ്ടിട്ട് അയാളെ കുറിച്ച് മതിപ്പ് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുക, ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്ന ആശങ്കയിലൊന്നും ആകാൻ സാധ്യതയില്ലാത്ത വിധം വിശ്വസ്തനായ ആളെ ഞാൻ വിട്ടിട്ടുണ്ട്. അയാൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയേണ്ട പോലെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മറ്റ് ഒന്ന് രണ്ട് കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഞാൻ ഒറ്റ ചുരുക്കിയിട്ട് ഇത് മാത്രം ഇതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി. നമ്മുടെ ജീവിതത്തിന് അനുവദിക്കപ്പെട്ട താളുകളിൽ നിന്ന് ഒരു താൾ അതിന്റെ ആ ജീവിച്ചു തീർക്കാനുള്ള അധ്യായം എന്നതിൽ നിന്ന് ജീവിച്ചു കഴിഞ്ഞതിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗം പണിയുന്ന പാതയിലാണോ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഉള്ളത് എന്ന് പരിശോധിക്കാൻ, വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ചകൾ തിരുത്താൻ, നമ്മൾ നമുക്ക് വേണ്ടി നരകം പണിയുന്ന പാതയിൽ നിന്ന് നമ്മൾ നമുക്ക് വേണ്ടി സ്വർഗം പണിയുന്ന പാതയിലേക്ക് തിരിഞ്ഞു സഞ്ചരിക്കാൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നമ്മൾ എല്ലാ നേരവും അല്ലാഹുവോട് പറയുന്നുണ്ടല്ലോ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആകെ ഒരൊറ്റ കാര്യമേ അർച്ചനോട് നമ്മൾ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ എടുത്ത് ചിന്തിച്ചു നോക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇങ്ങനെ പറഞ്ഞിട്ട് അതിനു മുമ്പുള്ള ആ വാഴ്ത്തലും പുകഴ്ത്തലും അതൊരു പ്രാർത്ഥനയുടെ മര്യാദ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പടച്ചവനോട് പറയുന്നത്, പടച്ചവനെ ആ സിറാത്തുൽ മുസ്തഖീമിൽ എന്നെ വഴി നടത്തണം. സിറാത്തൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന. അങ്ങനെ ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, ആരൊക്കെയാണ് അല്ലാഹു ആദരിച്ചവർ. അപ്പൊ ആദരിച്ചവരുടെ വഴിയിൽ, നീ കോപിച്ചവരുടെ വഴിയിലല്ല. നമ്മളുടെ ജീവിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിൽ അനുയായികളുമായിട്ട് പോകുമ്പോ ഒരു വര വരച്ചിട്ട് അവിടുന്ന് തലങ്ങും വിലങ്ങും ഒക്കെ വേറെയും നെടുകയും കുറുകയും ഒക്കെ വേറെയും വര വരച്ചു.
എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ദേ ഈ കാണുന്ന വരയുണ്ടല്ലോ, ഈ നേരെ കാണുന്ന ഈ ഒരു വര, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. അതിന് വളവില്ല, പിന്നെ ഷോർട്ട് കട്ടില്ല, കുറുക്കു വഴികളില്ല. അതൊരു നേരെ കിടക്കുന്ന വക്രതയില്ലാത്തൊരു വഴിയാണ്. ഈ തലങ്കും വിലങ്കും കുറുകയും നെറുകയും ഒക്കെ കാണുന്ന വരകളുണ്ടല്ലോ, അത് പൈശാചിക മാർഗങ്ങളാണ്. അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ. ഇതാണ് എന്റെ വഴി, ഈ വഴി നിങ്ങൾ പിൻപറ്റണം. നിങ്ങൾ പല വഴി പിൻപറ്റരുത്. പല വഴി, ഇതിനൊരു വഴി, അതിനൊരു വഴി, സാമ്പത്തിക രംഗത്ത് വേറൊരു വഴി, രാഷ്ട്രീയ രംഗത്ത് മറ്റൊരു വഴി, സാമൂഹിക രംഗത്ത് ഇതൊന്നും അല്ലാത്ത പിന്നെയും വേറെ വഴി. പിന്നെ കുറച്ച കാര്യത്തിന് ഇയാൾക്ക് സ്വന്തം വഴി. സ്വന്തം വഴി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അള്ളാന്റെ ദീനിനെ പറ്റി നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ നമ്മളെ ഈ ദീൻ, അദ്ദീൻ എന്ന് പറഞ്ഞ ഈ ദീനുൽ ഇസ്ലാമുണ്ട്. അതുപോരാതെ അള്ളാഹു സൂറത്തുൽ ഹുജറാത്തിന്റെ അവസാന ഭാഗത്തൊരു ചോദ്യമുണ്ട്, നിങ്ങളെ ദീൻ അള്ളാനെ പഠിപ്പിക്കാൻ നോക്കുക. അള്ള നിങ്ങളിലേക്ക് നബി അയച്ചത്, അള്ള നിങ്ങൾക്ക് ഈ ഗ്രന്ഥം നൽകിയത് നിങ്ങളെ സംസ്കരിക്കാനും അവന്റെ ദീന് നിങ്ങളുടെ ദീനാക്കാനുമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ആ അൽ ഇസ്ലാം, അതാണ് നമ്മുടെ അദ്ദീൻ എന്ന ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ എല്ലാവരെയും ഒന്നിച്ചാനയിക്കാനാണ് അള്ളാഹ് ഈ നബിയെ വിട്ടത്. എന്നിട്ട് ആ നബിയെ സ്വീകരിച്ചിട്ട്, ആ നബിയുടെ ഗ്രന്ഥം സ്വീകരിച്ചിട്ട്, ആ നബിയുടെ സുന്നത്ത് നമ്മുടെ സുന്നത്താണെന്ന് അംഗീകരിച്ചിട്ട്, എല്ലാം കൂടെയുള്ളതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഒരു ദീൻ. അതാണ് കുല്ലാ തുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും. നിങ്ങൾ നിങ്ങളുടെ ദീൻ അള്ളാനെ പഠിപ്പിക്കാണോ? നമ്മളുടെ തറവാടിത്തമാകുന്ന ദീൻ, നമ്മുടെ കുടുംബ പാരമ്പര്യമാകുന്ന ദീൻ, നമ്മുടെ കുടുംബ മഹിമയാകുന്ന ദീൻ, നമ്മളുടെ ആചാരങ്ങളും സമ്പ്രദായങ്ങളുമാകുന്ന ദീൻ, നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വന്തം നിലക്ക് ആവിഷ്കരിച്ച് കെട്ടിപ്പൂട്ടി കൊണ്ട് നടക്കുന്ന കുറെ മാമൂലുകളും ആചാരങ്ങളും എല്ലാം കൂടിയ ഒരു ദീൻ. അള്ളാന്റെ ദീനനുസരിച്ച് ഈ മാറാപ്പുകളൊക്കെ ഒന്ന് കൊടഞ്ഞു നന്നാക്കിയിട്ട് വിശുദ്ധമാക്കുന്നതിന് പകരം ആ മാറാപ്പുകളൊക്കെ കൂടെ കൊണ്ട് നടക്കുകയും അള്ളാന്റെ ദീന് അതിന്റെ ഒരു മേലപ്പിന് മാത്രമാക്കുകയും ചെയ്തിരിക്കുകയാണോ? അതാണ് റബ്ബിന്റെ ചോദ്യം. ഇത്രയും ഞാൻ പറഞ്ഞത് മുഹറം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഘട്ടം നമ്മൾ പിന്നിട്ടു എന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും വെച്ച് നമ്മളൊരു ആത്മപരിശോധന നടത്തണമല്ലോ. അതിന് പറ്റിയ ഒരു സന്ദർഭമായിട്ട് സഹോദരന്മാരും സഹോദരിമാരും ഈ സന്ദർഭത്തെ കാണണം. ഇതാണ് ഒരൊറ്റ കാര്യവും കൂടി അധികം വിസ്തരിക്കാതെ പറഞ്ഞിട്ട് ഞാൻ ഈ വശം ഇത് അവസാനിപ്പിക്കാം. അതെന്താന്ന് ചോദിച്ചാൽ ഹിജറയാണല്ലോ മുഹറത്തിലെ വലിയ സംഭവം. ഹിജറ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ പലായനം അല്ലെങ്കിൽ ഒളിച്ചോട്ടം, പല അർത്ഥത്തിലും ആളുകൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ എങ്ങനെയാണ് ഹിജറ ഉണ്ടായത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് മക്കയിലേക്ക് പോകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും 13 കൊല്ലം മക്കയിൽ പ്രവർത്തിച്ചു. 10 വർഷം മദീനയിലും 23 കൊല്ലാണ് റസൂലായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ഇസ്ലാം സത്യസന്ദേശത്തിന്റെ പ്രചാരണം തന്നെ കൊണ്ട് സാധ്യമാകുന്ന വിധം അല്ലാഹുവിന്റെ റസൂൽ നിർവഹിച്ചു. ഇല്ല എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാവുന്നവരൊക്കെ വിശ്വസിച്ചു. ഇനി വിശ്വസിക്കാതെ ഈ കുഫറിൽ ഉറച്ചു നിൽക്കുന്നവർ എന്നും കുഫറിൽ നിൽക്കുന്നവരായിരിക്കും എന്ന് ഏറെക്കുറെ അവർക്കൊക്കെ ബോധ്യപ്പെട്ടു. അതാണല്ലോ മക്കയിൽ ഈ 13 വർഷം കൊണ്ട് സംഭവിച്ചത്. പിന്നെ യഥാർത്ഥത്തിൽ എന്താ നടക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു, 13 കൊല്ലം നിരന്തരം പ്രവർത്തിച്ചു. ഒരു കൊച്ചു ഗ്രാമം, ഇന്നിപ്പോ ഹറം വെക്കണ അത്ര സ്ഥലവും കൂടി ഉണ്ടാവില്ല പഴയ മക്ക, ഉമ്മുൽ ഖുറ എന്ന് പറയുന്നത്. ചുറ്റുപാടും ചെറു കുന്നുകളുടെ നടുവിലെ ഒരു കൊച്ചു ഗ്രാമം. അത് വിസ്തരിച്ചാണ് ഇപ്പോ ആ കോലത്തിൽ അത്രയും വിശാലമായത്. ഇരിക്കട്ടെ, അത്രയും ചെറിയ ഒരു ഗ്രാമത്തിൽ 13 കൊല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടൊപ്പം അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും രാവും പകലുമില്ലാതെ പണിയെടുത്തു. ഒരു ഭാഗത്ത് അനുയായികളും അനുഭാവികളുടെയും എണ്ണം വർദ്ധിച്ചു, മറുവശത്ത് പ്രതിയോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതില്ലെങ്കിലും അവരുടെ ശത്രുത വർദ്ധിച്ചു. എണ്ണം കൂട്ടാൻ അവർക്ക് വല്ലാതെ കഴിഞ്ഞില്ല. കാരണം ഇത് ഹക്കാണ്, അത് ബാത്തിലാണ്. ഇത് സത്യമാണ്, അത് അസത്യമാണ്. അസത്യത്തിന് അത്രയൊക്കെ പിടിച്ചു നിൽക്കാനാവൂ സത്യത്തിന്റെ മുമ്പിൽ കാര്യത്തോടെടുക്കുമ്പോ. നമ്മളുടെ മുമ്പിൽ സത്യമുണ്ടായിട്ടും അസത്യം നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നുവെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള സത്യം അത്രമേൽ സത്യമായി പ്രയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതുകൊണ്ടാണ്. കഴിയുമായിരുന്നെങ്കിൽ ഇവിടെയും സത്യത്തിന് മേൽക്കൈ കിട്ടും, ലോകത്ത് പല സന്ദർഭങ്ങളിലും ചരിത്രത്തിൽ കിട്ടിയതുപോലെ. അപ്പൊ ഇരിക്കട്ടെ, ഇത്രയും കഴിഞ്ഞിട്ട് എന്തു സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക്
ചുവടുമാറാൻ തീരുമാനിച്ചു. ഒരു ദിവസം കൂടെ ഇറങ്ങി പുറപ്പെടില്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു സന്ദർഭത്തിൽ പറയാം. അപ്പൊ അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഒരു ഹിജറ ഇസ്ലാമിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ശരിക്കും എന്താ നടക്കേണ്ടത്? ഈ ദഅവത്ത് അഥവാ പ്രബോധന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാവുന്നവരൊക്കെ വിശ്വസിച്ചു. ബാക്കിയുള്ളവർ കഠിന വിരോധികൾ അഥവാ ശുദ്ധ കാഫറുകൾ എന്ന് നമ്മൾ പറയില്ലേ? ഒരു വിവരമില്ലാത്ത നാടന്മാരെ കുറിച്ചല്ലല്ലോ കാഫർ എന്ന് പറയുന്നത്. സത്യം സത്യമാണെന്ന് യഥാവിധി ബോധ്യപ്പെട്ടിട്ട് എന്നിട്ടും കുഫ്റിൽ നിലകൊള്ളുന്നവർ, അതാണ് കാഫർ എന്ന് പറയുന്നത്. നമ്മുടെ സഹോദര സമുദായങ്ങൾക്കൊക്കെ ഈ കാഫർ എന്ന വാക്ക് കേൾക്കുന്നത് തന്നെ വല്ലാത്ത അലർജിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിച്ച ഒരു സാങ്കേതിക പ്രയോഗം കൂടിയാണ് കാഫർ. അല്ല കാഫർ എന്ന് പറഞ്ഞത് നമ്രൂദിനെയും ഫിറൗനിനെയും അല്ല. ആലോചിച്ച് നോക്കണം. അല്ല കാഫറിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് നമ്രൂദോ ഫിറൗനോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറിന്റെ റോൾ മോഡലായിട്ട് അവതരിപ്പിച്ചത് 2 നബിമാരുടെ ഭാര്യമാരെയാണ്. അല്ലെ? വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തഹരീമിൽ. എന്തുകൊണ്ട്? ഈ പ്രവാചകനോടൊപ്പം കിടപ്പറ പങ്കിടുക കൂടി ചെയ്യുന്ന, പ്രവാചകന്റെ ജീവിതത്തെ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യവും പരസ്യവും ഒക്കെ അറിയാൻ അവസരം കിട്ടിയിട്ടും വിശ്വസിക്കാത്ത ഒരാൾ അപ്പോഴേ ലക്ഷണമൊത്ത കാഫിറാവും. ഒരു സൂക്ഷ്മതയുള്ള പ്രയോഗമാണ് വർഷം നടത്തിയത്. നമ്മൾ ഒരു ദീനും പഠിപ്പിച്ചു കൊടുക്കാത്ത, ഒരു പ്രബോധന ദൗത്യവും നിർവഹിക്കാത്ത ആളുകളെയൊക്കെ കൂടി കാഫറുകളുടെ എണ്ണത്തിലേക്ക് കൊണ്ടുപോകരുത്. ഞാൻ ഇത് പറയുമ്പോൾ ഈ കുഫാർ കാഫർ എന്നുള്ള പ്രയോഗം വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇത് കേട്ടിട്ട് ഇനി വേറെ ആരോ ഇവിടത്തെ ഇത് പൊതുസമൂഹത്തെ മൊത്തം കാഫറാക്കലാണ് പള്ളിയിലെ പരിപാടി എന്ന് കരുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞത് ഇത്രയും പറഞ്ഞത്. വിഷയം എന്താന്ന് ചോദിച്ചാൽ, ദഅവത്ത് നിർവഹിച്ച ഈ ജനത ഇവരുടെ പ്രതിയോഗികൾക്കെതിരെ യുദ്ധം ചെയ്ത് ഇവര് ജയിക്കുക, അള്ള കാക്കുകയാണെങ്കിൽ ഇവർ ജയിക്കും. ഇവർ ജയിച്ചാൽ ഇവർക്കൊക്കെ സ്വർഗം കിട്ടും. അല്ല, ഇവർ അവിടെ ഇസ്ലാമിന്റെ സന്ദേശമായി. ഇവരെന്ന് പറഞ്ഞാൽ നബിയും സഹാബത്തും. അതല്ല, ഈ ശത്രുക്കളുടെ ശക്തിയുടെ ആധിക്യം കാരണം ഇവരൊക്കെ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കാം. ഓർക്ക് സ്വർഗം കിട്ടൂലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സ്വർഗം കൊടുക്കുന്ന പരിപാടിയല്ലേ? ഇസ്ലാം എന്ന് പറയുന്നത് ആളുകളെ ചുളുവിൽ സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏജൻസിയുടെ പേരല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ തന്നെ ഒരു പദ്ധതിയും പരിപാടിയുമുള്ള ദീനിന്റെ പേരാണ്. ദുനിയാവിൽ തന്നെ പദ്ധതിയും പരിപാടിയും നടപ്പിലാക്കാൻ മക്ക അനുകൂലമല്ലെങ്കിൽ മദീനയിൽ പറ്റുമോ എന്ന ഒരു നോട്ടമാണ് ഹിജറ. അപ്പൊ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ദഅവത്ത് കഴിഞ്ഞിട്ട് ജിഹാദിന് മുമ്പ് ഒരു ഹിജറയുണ്ടായത് ഈ ദീനിന് ഈ നാട്ടിൽ ഒരു ദൗത്യമുണ്ട് എന്നതുകൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഹിജറയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രാഥമികമായതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു പോയിന്റാണിത്. താൻ ജീവിക്കുന്ന നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഒന്ന് ചുവട് മാറ്റിയത് ആ തിരിച്ചുപോക്കിന് തടയാൻ, ആ ഒഴിച്ചുപോക്കിന് തടയാൻ കഴിയാത്ത ഒരു തിരിച്ചുവരവിന്റെ സന്ദേശമുണ്ട് എന്ന് അറബികൾക്ക് അന്ന് മനസ്സിലായില്ല. പക്ഷെ റസൂലുള്ളാഹിക്ക് അതറിയാം. അങ്ങനെയാണ് മക്കം ഫത്തഹിലേക്ക് പിന്നീട് അവര് തിരിച്ചെത്തുന്നത് എന്ന ചരിത്രം നമ്മൾ ഓർക്കണം. അപ്പൊ ഈ ദീന് ഭൂമിയിലേക്ക് വന്നതാണ്, ഈ ദീന് മനുഷ്യരിലേക്ക് വന്നതാണ്, മനുഷ്യന്റെ ജീവിതം മാറ്റാൻ വന്നതാണ്, ഭൂമിയിൽ സ്ഥാപിക്കാനുള്ളതാണ്. അപ്പൊ പിന്നെ ആ ദീനിന്റെ ആളുകൾ ആ ദീന് നടപ്പാക്കാൻ സാഹചര്യം കിട്ടുന്നത് എവിടെ എന്ന് നോക്കുന്നതിന് പകരം ചുളിവിൽ മരിച്ച് സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ എന്നതാണ് ഹിജറയുടെ സന്ദേശം. ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു പാഠമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ യഥാവിധി അതിന്റെ നിയമം പാലിച്ച് ജീവൻ നൽകുന്നവർക്ക് സ്വർഗമുണ്ട്. ഷഹാദത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. പക്ഷേ ആളുകളുടെ ജീവിതത്തെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ മാറ്റിപ്പണിയാൻ എത്ര കണ്ട് കഴിയുമോ അത്രയും അതിന് പരിശ്രമിക്കാം. ഈ ദീനിനെ ഈ ദുനിയാവിൽ സ്ഥാപിച്ചെടുക്കാൻ എത്ര കണ്ട് കഴിയുമോ അത്ര കണ്ട് അതിന് പരിശ്രമിക്കാം. ആ അപ്പൊ ഈ ദീനിന് പരലോകത്ത് നമുക്കൊരു ലക്ഷ്യമുള്ളതുപോലെ ഇഹലോകത്തും നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്ന ഒരു ഉണർത്തലും ഒരു ഉത്ബോധനവും ഹിജറ നമുക്ക് നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കണം. അതിനും വേറെ ചില വശങ്ങളുണ്ട്. ആ 2 കാര്യങ്ങളും ഹിജറയുടെ പ്ലാനിങ്ങിനെ സംബന്ധിച്ചും ഇതിന്റെ ഈ സംഗതിയെ സംബന്ധിച്ചും മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ആലോചിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ നടത്തുന്ന ചെറുതും വലുതുമായ എല്ലാ പരിശ്രമങ്ങളും റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ നാഥ. പലതരത്തിൽ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളുണ്ട്. അവർക്കൊക്കെയും നീ ആശ്വാസവും സ്ഥൈര്യവും വിമോചനവും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തിരിച്ചു വിളിച്ച, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട, ഞങ്ങൾക്ക് അറിയുന്ന, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ പലരുടെയും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമായ നിരവധി ആളുകൾ ഓരോ ആഴ്ചയും നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പടച്ചവനെ, അവരുടെ ഒക്കെ അമലുകൾ നീ സ്വീകരിക്കണേ നാഥ.
അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിലുള്ള രോഗികൾക്ക് നീ ശിഫ നൽകണേ പടച്ചവൻ തമ്പുരാനെ. പടച്ചവനെ, പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ശാരീരികവും സാമ്പത്തികവും മാനസികവും മറ്റുമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന പലരുമുണ്ട്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധ വിഷമങ്ങളും നീ ദൂരീകരിക്കണേ തമ്പുരാനെ. അവസാനം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഒരൊറ്റ കാര്യം, നമ്മൾ മുഹറം 9, 10 നമ്മുടെ നിശ്ചയിക്കപ്പെട്ടതനുസരിച്ച് ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 നോമ്പെടുക്കുകയും പിന്നീട് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഞാൻ ജീവിച്ചിരുന്നിരിക്കുമെങ്കിൽ 9 കൂടി എടുക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനിടക്ക് പിന്നീട് 9 നോമ്പെടുക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചു വിളിച്ചു. ഇത് സാധാരണ നമ്മൾ അറിയുന്ന കാര്യമാണ്. അപ്പോൾ മുഹറം 9, 10 ദിവസങ്ങളിൽ സാധ്യമാകുന്ന എല്ലാവരും സുന്നത്ത് നോമ്പ് എടുക്കണം. വളരെ പ്രബലമായ സുന്നത്ത് നോമ്പാണ് ആശുറ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വഖാദിൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم اجعل يومنا خيرا من أمسنا واجعل غدنا خيرا من يومنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت ربها ووليها ومولاها يا أرحم الراحمين اللهم إنا نسألك حبك وحب من يحبك وكل عمل يقربنا إلى حبك اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين أقم الصلاة.